Hi, Namaste, welcome back viewers, welcome back to my channel Vintada. ഈവനിംഗ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് കമ്മോഡിറ്റി ഫോറക്സ് മാർക്കറ്റ്. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫോറക്സ് മാർക്കറ്റിൻ്റെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് ക്വിക്ക് എൻട്രി ക്വിക്ക് എക്സിറ്റിലൂടെ 5 മിനിറ്റ്സ് സ്ട്രാറ്റജിയിലൂടെ നമുക്ക് ഫോറക്സിൽ എങ്ങനെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാം, ഏതൊക്കെ സിഗ്നൽ പിക്ക് ചെയ്യാൻ പറ്റും, അതിനകത്ത് എത്രത്തോളം റിവേഴ്സ് പോകുന്നത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് യൂറോ USDയുടെയും GBP USDയുടെയും ചാർട്ട് രണ്ടും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ 5 മിനിറ്റ്സ് എല്ലാത്തിലും സക്സസ് അല്ല, കാരണം എല്ലാ സിഗ്നലും സക്സസ് ആവത്തില്ല, റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് പ്രോപ്പർ ബ്രേക്ക്ഔട്ടിന് ശേഷം പിക്ക് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലേറ്റസ്റ്റ് സ്ട്രാറ്റജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 8 സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ ഫോറക്സ് മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റും അതേപോലെ തന്നെ ഓപ്ഷൻസ്, അങ്ങനെ കമ്മോഡിറ്റീസ്, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ അടങ്ങുന്ന ഫുൾ മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടാണ്. അപ്പം മാക്സിമം നമുക്ക് ഫോറക്സിൽ സെറ്റ് ചെയ്യേണ്ട ടൈം ഫ്രെയിം 31 hour 4 hour ആണ്. അതാണ് ഈ ട്രേഡിങ് ചൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ നമുക്ക് ചെറിയ പോയിൻ്റൊക്കെ ട്രേഡ് ചെയ്ത്, അതായത് നമുക്കൊരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയിൽ 5 മിനിറ്റ്സ് വെച്ചിട്ട് പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റിൽ നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. വലിയ ടൈമൊന്നും വേണ്ട, ചാർട്ടിൽ ഒരുപാട് നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ GBP USDയുടെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ലേറ്റസ്റ്റ് 12.44 വന്ന ബൈ സിഗ്നലാണ്. ഗ്രീൻ കളർ അപ്പാരോ ബൈ ആണ് ഇവിടെ നടക്കുന്നത്. അതിൽ മുമ്പ് റെഡ് കളർ ഡൗൺ ആരോ സെല്ലും വന്നിട്ടുണ്ട്. അപ്പോൾ സെല്ല് ഒരുപാട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ രാവിലെ നടന്ന് ഇന്നലെ തൊട്ട് ആക്ച്വലി സെല്ല് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ രാവിലെ തൊട്ട് കണ്ടിന്യൂഷൻ ആണ് സെല്ലിൻ്റെ. അപ്പോൾ 12 ശേഷമാണ് നമുക്ക് മാർക്കറ്റ് മേലെ കയറിപ്പോയത്. അപ്പോൾ ബൈസിക്കിൾ സോഫ്റ്റ് തന്നപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് മേളിലും താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി പോയിൻറ്റും ടാർഗറ്റ് ഫസ്റ്റും സെക്കൻഡും തേർഡും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിമ്പിളാണ് എൻട്രി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ക്യാൻഡിൽ ഇവിടെ സിഗ്നൽസ് വരുമ്പം ഇവിടെ ക്യാൻഡിൽ കളർ ഗ്രീനും താഴെയും ഗ്രീൻ വരണം. താഴെ കൺഫർമേഷൻ ബാറും കൂടെ ഗ്രീൻ ആയിക്കഴിഞ്ഞ് നമുക്ക് കൺഫർമേഷൻ ഓക്കെ ആവും. അതായത് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് ബൈ സോണും ഇത് മൂന്നും ഓക്കെ ആയി കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഇവിടുന്ന് സിഗ്നൽ ഗ്രീൻ ആയ ശേഷം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോർഷൻ മിസ് ചെയ്തെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങി പിന്നെ കയറുന്ന പോർഷനിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ്. അവിടെ നിന്ന് എടുത്തിരുന്നെങ്കിലും ഇപ്പോൾ പ്രോഫിറ്റ് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേപോലെ തന്നെയാണ് സെല്ലും നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. സെല്ല് സിഗ്നലിലും ഇതേപോലെ തന്നെയാണ്. ക്യാൻഡിൽ റെഡ് കൺഫർമേഷൻ ബാർ, അതെ ക്യാൻഡിൽ കളർ റെഡ് വരണം. ഇപ്പോൾ യൂറോയുടെ ചാർട്ടാണ് ഇതിനു മുമ്പ് ഒരു സെല്ല് വന്നിട്ടുണ്ട്. ആ സെല്ല് വന്നപ്പോൾ താഴെയും റെഡായിരുന്നു, ക്യാൻഡിൽ കളറും റെഡാണ്. അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ആ പൊസിഷൻ തന്നെ എടുക്കാം. അവിടെ നിന്ന് നേരെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ഇതിനും 12:30 കഴിഞ്ഞ ശേഷം ബൈ സിഗ്നൽ നമ്മുടെ സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ബ്രേക്ക് ചെയ്ത് ഈ റെസിസ്റ്റൻസ് ലെവലിലൂടെ ബ്രേക്ക് ചെയ്ത് നേരെ കയറി. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് രണ്ടാമത് പിന്നെയും ബ്രേക്ക് ചെയ്തു. അവിടുന്ന് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും തിരിച്ച് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളാണ് ചൂസ് ചെയ്യാനായിട്ട്. നമുക്ക് ബൈ വരുമ്പോൾ ക്യാൻഡിലും താഴെയും ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും നമുക്ക് ഗ്രീൻ ആയിരിക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ബൈ വന്നത് അവിടെ കൺഫേം ആയിട്ടില്ല. കാരണം അവിടെ ക്യാൻഡിൽ കളർ ഗ്രീൻ, നമുക്ക് ഗ്രീൻ ആണ്, ക്യാൻഡിൽ കളർ ഗ്രീനും അല്ല താഴെയും ഗ്രീനും അല്ല, അവിടെ റെഡാണ്. അപ്പോൾ ആ സിഗ്നൽ കൺഫേം അല്ല. അപ്പോൾ ഇവിടെയും മേളിലും ഗ്രീനും വന്നപ്പോൾ നമുക്ക് ആ പൊസിഷൻ എടുക്കാൻ പറ്റി. ഇപ്പം മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് പിന്നെയും മാർക്കറ്റ് കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് പിന്നെയും തന്നിട്ടുണ്ട്. അത് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നേരെ മാർക്കറ്റ് കയറിപ്പോവും. സിമ്പിളാണ് ചൂസ് ചെയ്യാനായിട്ട്, സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് എക്സ്ട്രാ കളേഴ്സ് കാണിക്കുന്ന സൈഡ് വേസ് ആണ്. ഓറഞ്ച്, ബ്ലൂ, അതേപോലെ വൈറ്റ്, ഇങ്ങനെ എക്സ്ട്രാ കളേഴ്സ് സൈഡ് വേസ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ബൈയും സെല്ലും പൊസിഷൻ ഇല്ല. ഓക്കെ, അപ്പം എങ്ങനെ ചെയ്യാമെന്നുള്ളത് എൻ്റെ കറക്റ്റ് ഗൈഡൻസ് ഒരു ലൈവ് മാർക്കറ്റിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഡെമോ, ഫ്രീ ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ്, ടെസ്റ്റിമോണിയൽസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻഡ് ആണ്. താങ്ക് യു.